മല്ലിയുടെയും ഉണ്ണിയുടെയും ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഇതിലെ കഥാപാത്രങ്ങൾക്ക് മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയി സാദൃശ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദർച്ഛികമല്ല, തീർത്തും യാഥാർത്ഥ്യമാണ്. ഇത് സത്യം സത്യം സത്യം. ഉണ്ണിയും മല്ലിയും 1965 ജൂലൈയിൽ ട്രിവാൻഡ്രത്ത് വെച്ച് വിവാഹിതരായി. നവവധുവുമൊത്ത് ബെർക്ക്ലി കാലിഫോർണിയയിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങുകയാണ് ഉണ്ണി. നമുക്ക് ഒരു നിമിഷം അവരുടെ സംഭാഷണം ശ്രദ്ധിക്കാം. സ്വീറ്റ്, അവിടെ എന്തിനാണ് കുറെ മുണ്ടുകൾ മടക്കി വെച്ചിരിക്കുന്നത്? ചേട്ടാ, അതെനിക്ക് തട്ടെടുക്കുവാനുള്ള മുണ്ടാണ്. ഓ മൈ ഗോഡ്, ഇതൊന്നും അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അയ്യോ, പിന്നെ ഞാൻ എന്തു ചെയ്യും? മുത്തശ്ശി ഇത് ഉടുക്കാതെ വെളിയിൽ വിടില്ല. സാരമില്ല, അവിടെ ചെന്നിട്ട് ഞാൻ ഒന്ന് മോഡേൺ ആക്കി എടുക്കാം. ഓക്കെ ഡാർലിംഗ്? എല്ലാം ചേട്ടന്റെ ഇഷ്ടം. അങ്ങനെ നവദമ്പതികൾ ബെർക്ക്ലിയിൽ എത്തി. ഉണ്ണി അവിടെ PhD ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നീണ്ട 18 വർഷങ്ങൾ മിൽവാക്കിയിൽ താമസിച്ചു. അവിടെ നിന്നും സിലോൺ, ബാംഗ്ലൂർ ഇവിടങ്ങളിൽ ജോലി ചെയ്തതിനു ശേഷം 1991 വാഷിംഗ്ടണിൽ എത്തിച്ചേർന്നു. അവർക്ക് ഒരു മകളുണ്ട്, ടീന. ഭർത്താവ് ജോഹാനും മക്കൾ കേശവ് കൃഷ്ണയോടൊപ്പം കാലിഫോർണിയയിൽ താമസിക്കുന്നു. ഉണ്ണി EPAയിൽ വർക്ക് ചെയ്യുകയാണ്. മല്ലി പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിട്ട് ഇപ്പോൾ സന്തോഷകരമായി റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുന്നു. ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി എവിടെയുണ്ടെങ്കിലും ഉണ്ണിയെ അവിടെ കാണും. അതുപോലെ തന്നെ മ്യൂസിക് പ്രോഗ്രാം, സ്റ്റാർ നൈറ്റ് ഉണ്ടെങ്കിൽ മല്ലിയെയും പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങളുടെ മുൻപിൽ അവരുടെ ഒരു വീക്കെൻഡ് ഞങ്ങൾ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് കാരണം റിഹേഴ്സൽ വലുതായി ഒന്നും ചെയ്യാൻ തരപ്പെട്ടിട്ടില്ല. പോരായ്മകൾ സദയം ക്ഷമിക്കുക. മല്ലി, ഞാൻ ടെമ്പിളിൽ പോവുകയാണ്. ഇന്ന് ക്ലീനിങ്ങിനും പെയിന്റിങ്ങിനും ഹെൽപ്പ് ചെയ്യാമെന്ന് ഷാരുവിനോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ചയിലെ സൂപ്പ് കിച്ചൺ പ്രോഗ്രാമിനെ പറ്റി രമണിയോട് ഡിസ്കസ് ചെയ്യണം. കുറച്ച് വോളണ്ടിയേഴ്സിനെയും സംഘടിപ്പിക്കണം. രഘു, നന്ദകുമാർ, സദാനന്ദൻ, അരുൺ ഇവരെയൊക്കെ വിളിക്കണം. പിന്നെ ശിവരാത്രിക്ക് ട്രാഫിക് കൺട്രോളിനെ പറ്റിയും സംസാരിക്കണം. അതുകൊണ്ട് ലേറ്റ് ആയേ വരികയുള്ളൂ. ഓക്കേ ഡിയർ. എനിക്ക് മോളിൽ പോകണം. അടുത്ത ആഴ്ചയിൽ മിൽവാക്കിയിൽ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണത്തിന് പോകണം. അതിന് ഗിഫ്റ്റ് വാങ്ങിക്കണം. അത് കഴിഞ്ഞ് പുതിയ മലയാള മൂവീസ് ഉണ്ടോ എന്ന് ഫുഡ് വേൾഡിൽ നോക്കണം. നാളെ ലഞ്ചിന് ആളുകളെ വിളിച്ചിട്ടുണ്ട്. ഷോപ്പേഴ്സിലും ലോട്ടെ പ്ലാസയിലും പോകണം. ഉണ്ണി വരുന്നതിന് മുൻപ് ഞാൻ വാങ്ങിയ ഡ്രസ്സുകളും ജ്വല്ലറിയും ഒളിച്ചു വെക്കണം. ഇനിയൊന്നും താഴെ ബേസ്മെന്റിൽ വെക്കാൻ പറ്റില്ല. ഞാൻ ഗുവാമിൽ ടീനയുടെ അടുത്ത് പോയപ്പോ കുറെ ഡ്രസ്സുകളും ജ്വല്ലറിയും ഒക്കെ ബേസ്മെന്റിൽ ഭദ്രമായി വെച്ചു. തിരികെ വന്നപ്പോൾ ഉണ്ണി അതെല്ലാം എടുത്ത് ചാരിറ്റിക്ക് കൊടുത്തു. ചോദിച്ചപ്പോൾ പറയുന്നു, ഞാൻ വിചാരിച്ചു അത് കളയാൻ വെച്ചതാണെന്ന്. ക്ലോസറ്റിലും പെട്ടിയിലും ഒന്നും വെക്കാൻ സ്ഥലവും ഇല്ലല്ലോ. ഹലോ ടീന, ഹൗ ആർ യു മോളെ? ജോഹാന്റെ കാലിലെ വേദന കുറഞ്ഞോ? പെയിൻ ഉണ്ടെങ്കിലും ജോഹാൻ മിണ്ടില്ല. സൂക്ഷിക്കണം. എവിടെ മുഷിയുടെ കേശുമോനും കിച്ചുമണിയും? കിച്ചുമണി, can you sing the new song you learned? Oh, very good. Monu, Mushin is not here. He went to the temple to help them cleaning and painting. Mushi will talk to you tomorrow. Bye. ഉണ്ണി, കഞ്ഞിയും കറികളും ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് വരാം. എനിക്ക് ഏഷ്യനെറ്റിലെ സീരിയലുകൾ തുടങ്ങാറായി. അങ്ങനെ ശനിയാഴ്ച ദിവസം കഴിഞ്ഞു. ഇനിയും ഞായറാഴ്ച അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഞാൻ വാൾമാർട്ടിൽ പോയിട്ട് അടുത്ത ആഴ്ച ഓഫീസിൽ കൊണ്ടുപോകാനുള്ള സ്നാക്ക് വാങ്ങിയിട്ട് വരാം. ഉച്ചയ്ക്ക് ലഞ്ചിന് എല്ലാരും വരുന്നുണ്ട്. മൊഹീത്തേക്കുള്ള സാധനങ്ങൾ മറക്കേണ്ട. എന്റെ ഭാര്യയുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ഞാൻ മറക്കുമോ?
ഹലോ അമ്മിണി ചേച്ചി, ഇന്ന് അധികം സംസാരിക്കാൻ സമയമില്ല. ലഞ്ചിന് ആളുകളെ വിളിച്ചിട്ടുണ്ട്. കുക്കിംഗ് എല്ലാം രാവിലെ തീർത്തു. ഇനിയും സാധനങ്ങൾ സോർട്ട് ചെയ്യണം, പാക്ക് ചെയ്യണം. നല്ല ജോലിയാണ്. മീരയും വിനോദും അടുത്ത ആഴ്ച ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. എന്നാൽ പിന്നെ വയ്ക്കട്ടെ, നാളെ വിളിക്കാം. ഹലോ ചിഞ്ചു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ജയുടെ സർജറി കഴിഞ്ഞിട്ട് വേദന കുറവുണ്ടോ? പ്രണവിന്റെ ബർത്ത്ഡേ ഫോട്ടോസ് കണ്ടു, നന്നായിരിക്കുന്നു. മുഷിയുടെ ഉമ്മകൾ കൊടുക്കൂ. ഇന്ന് ഉച്ചയ്ക്ക് കമലയും സുനന്ദയും ഒക്കെ വരുന്നുണ്ട്. ജയശ്രീ മോളുടെ അടുക്കൽ പോയിരിക്കുകയാണ്. നിർമ്മല നാട്ടിലാണ്. രാധികയോടും ജയനോടും അനിയോടും അന്വേഷണങ്ങൾ പറയൂ. ബൈ. ഹലോ മീര, ഞാൻ ഇപ്പോൾ തന്നെ അമ്മിണി ചേച്ചിയുമായി സംസാരിച്ചു. അവരെല്ലാം കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയായിരുന്നു. നിങ്ങൾ ട്യൂസ്ഡേ വൈകുന്നേരം എത്തുമല്ലോ അല്ലേ? ബൈ. ഇനി അങ്ങനെ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചല്ലേ? കുറെ വർഷങ്ങളായി പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും ഒക്ടോബറിൽ ചെയ്യണോ അതോ ഡിസംബറിൽ ചെയ്യണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇനി ഒന്നും മാറ്റാൻ പറ്റില്ല. ടീനയും ജൊഹാനും വീടെല്ലാം റെഡിയാക്കി കാത്തിരിക്കുകയാണ്. നമ്മുടെ ബോക്സുകൾ വെക്കാൻ ഗറാജിൽ സ്ഥലവും ഉണ്ടാക്കി. താങ്ക്സ് ഗിവിംഗിന് ഒരു റിസോർട്ടിൽ പോകാൻ റിസർവും ചെയ്തിട്ടുണ്ട്. സദാനന്ദൻ, ഭാര്യ പറഞ്ഞാൽ പിന്നെ ഒരു മാറ്റവുമില്ല. ഇരിക്കാൻ ഭാര്യ പറഞ്ഞാൽ ഉടനെ ഞാൻ കിടക്കും. അയ്യോ, എന്ത് നല്ല അനുസരണയുള്ള കുട്ടി. മല്ലികമ്മ, നമ്മള് നാട്ടിലേക്ക് പോകുമ്പോൾ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കോ? അച്ഛന് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. മല്ലികമ്മേന്റെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാണ്. അയ്യോ മാലു, നമ്മളിവിടെ കാണില്ലല്ലോ. നമ്മൾ കാലിഫോർണിയയിൽ പോകുമല്ലോ. അയ്യോ, ഞാനത് മറന്നുപോയി. മല്ലികമ്മ, കാലിഫോർണിയക്ക് പോണ്ട, നിങ്ങള് മെസ്സിയോ? മാലുവും രേനും ശാന്തിയുടെ ഫംഗ്ഷന് ഡാൻസ് ചെയ്യണം കേട്ടോ. സുനന്ദേ, അവരെ 2 ഡാൻസ് പഠിപ്പിക്കണം. ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ മല്ലി ആന്റി, എനിക്ക് ഭയങ്കര തിരക്കുള്ള സമയമാണ്. KGW, NSGW, ചതയാഘോഷം, ഇതിനെല്ലാത്തിനും ഡാൻസ് പഠിപ്പിക്കാനുണ്ട്. സാരില്ല ആന്റി, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഉണ്ണിത്താനങ്ങളെ, വെളിയിൽ പോകുമ്പോ സെൽഫോൺ എടുക്കാറില്ലേ? ഞാൻ വിളിച്ചിരുന്നായിരുന്നു KGWന്റെ റോഡ് ക്ലീനിങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓ, ഞാൻ എടുത്താലും ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ ഓൺ ചെയ്യാറുള്ളൂ. പ്രീപെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അത് കൊള്ളാലോ അങ്കിൾ. മല്ലി ഓർക്കുന്നുണ്ടോ നമ്മൾ നിർമ്മലയും കൂടി വിർജീനിയയിൽ ജ്വല്ലറി ഷോയ്ക്ക് പോയത്? എന്തായിരുന്നു? ഞാൻ ഓർക്കുന്നില്ലല്ലോ. പോയപ്പോൾ മല്ലി പറഞ്ഞു ഈ പ്രാവശ്യം ഒന്നും വാങ്ങുന്നില്ല, നിർമ്മലയ്ക്ക് ഏതോ എക്സ്ചേഞ്ച് ചെയ്യാനാണ് പോകുന്നതെന്ന്. പക്ഷെ അവിടെ ചെന്ന 10 മിനിറ്റിനകം മല്ലി നല്ലൊരു സെറ്റ് വാങ്ങി. അത് പക്ഷെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു. കടയിലെ സ്ത്രീ പറഞ്ഞു നല്ല ചേർച്ചയുണ്ടെന്ന്. പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന കുറെ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ വാങ്ങിക്കാതിരിക്കണത്? രക്ഷപ്പെട്ടു. കടയില് ആണായിരുന്നെങ്കിൽ 10 സെറ്റ് കൂടെ വാങ്ങിയാനെ. മല്ലിയാന്റി, അങ്ങനെ നോക്കി വാങ്ങിക്കണോണ്ടല്ലേ മല്ലിയാന്റിക്ക് ഇത്ര ഗ്ലാമർ. മല്ലിയാന്റി പോയാ നമ്മുടെ പാർട്ടിയുടെ എല്ലാ ഗ്ലാമറും പോവും. ഉണ്ണി ഈ വിന്ററിന് സ്നോയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണല്ലേ? 2 വർഷത്തിന് മുമ്പുള്ള ആ വലിയ സ്നോയിൽ ഉണ്ണി കുറെ കഷ്ടപ്പെട്ടു. ആ സമയത്ത് മല്ലിക ഗോമിൽ ടീനയുടെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. അന്ന് പവറുമില്ല. വീട്ടിലിരുന്നാൽ തണുത്ത് വിറച്ചു പോകും. എങ്ങനെയൊക്കെയോ ഡ്രൈവ് ചെയ്ത് സദാനന്ദന്റെ വീടിന്റെ അടുത്ത് വരെ എത്തി. പിന്നെ നടന്ന് സദാനന്ദന്റെ വീട്ടിലും എത്തി.
അയ്യോ, വാതില് തുറന്നു നോക്കിയപ്പോ ഒരു ഗോസ്റ്റിനെ പോലെ നിൽക്കുന്നു ഉണ്ണി. വേഗം തന്നെ ഒരു ഷോട്ട് ബ്രാൻഡി കൊടുത്തു. കുറച്ച് നിറവ്യത്യാസം വന്നു, ഒരു ജീവനും വീണു. ഞാനും ടീനയും ഒക്കെ പേടിച്ചു പോയി. 911 വിളിച്ചു നോക്കി, പിന്നെ ഹൂട്ടേഴ്സിലും. അവസാനം സദാനന്ദന്റെ വീട്ടിലെത്തിയെന്ന് അറിഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. മല്ലികാന്റിയുടെ കയ്യിൽ പുതിയ സിനിമ വല്ലതും ഉണ്ടോ? ഫുട്ബോളിൽ ചോദിച്ചപ്പോ പുതിയതൊക്കെ മല്ലികാന്റി കൊണ്ടുപോയിന്ന് പറഞ്ഞു. പോകുമ്പോ തരാം. മല്ലി ഓർക്കുന്നുണ്ടോ ഒരു ഓണ സമയത്ത് ആരോ ഉണ്ണിയോട് ഓണപ്പുറവ് ചോദിച്ചു. അപ്പോൾ ഉണ്ണി പറഞ്ഞു, പുടവയൊക്കെ തരാം, പക്ഷെ എന്റെ കൂടെ പോരണം. പിന്നെ നാട്ടിൽ പോയാൽ എന്താണ് പരിപാടി? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇവിടെ മല്ലി ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. നാട്ടിൽ മല്ലിയെ കണ്ട് ഒരു ജോലിയും ചെയ്യില്ല. രാവിലെ കുളിപ്പിച്ച് ഒരുക്കി ഒരു സ്ഥലത്തിരുത്തും. ഭക്ഷണമെല്ലാം മുൻപിൽ കൊണ്ടുവരും. അടുക്കളയിൽ കയറേണ്ട ആവശ്യമേ ഇല്ല. കടകൾ തുറക്കുന്ന സമയത്ത് കാറും ഡ്രൈവറും റെഡി. ക്രെഡിറ്റ് കാർഡും കൊടുക്കും. നോ ലിമിറ്റ്. ഇഷ്ടം പോലെ ഷോപ്പിംഗ് നടത്താം. നിങ്ങൾ എല്ലാവരും വിറ്റ്നസ് ആണല്ലോ ഇതിന്. ഉണ്ണിതാനങ്ങളെ, ആന്റീനെ പെണ്ണ് കാണാൻ പോയവരുടെ കഥ ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. പെണ്ണ് കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ ഒരു സ്ക്രീനിന്റെ പുറകിൽ സ്റ്റൂളിൽ നിൽക്കുകയാണ്. നോക്കിയപ്പോൾ നല്ല പൊക്കം ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ അന്നാണ് ശരിക്കുള്ള വിവരം കാണുന്നത്. പിന്നെ എന്ത് ചെയ്യാം? അന്ന് മുതൽ മല്ലിയുടെ കൂടെ ഒരു സ്റ്റൂളും കൊണ്ടാണ് ഞാൻ നടക്കാറുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കി, the best things in your life comes in small packets. I am a very happy man now. So sweet, Chuchu. We are so lucky to have each other, for sure. സ്റ്റേജിൽ വന്നവരെ എല്ലാവരെയും നിങ്ങൾക്ക് അറിയാമെന്നറിയാം. എങ്കിലും പരിചയമില്ലെങ്കിൽ മല്ലിയും ഉണ്ണിയായിട്ട് വന്നത് സ്മിതയും നാരായണൻകുട്ടിയാണ്. പിന്നെ രഘു ഫാമിലി. അതുകൊണ്ട് മല്ലി ഇഷ്ടപ്പെട്ട ഇതെല്ലാം സത്യമല്ലേ? ഇതിന്റെ സ്ക്രിപ്റ്റ് മറ്റാരുമല്ല, കമലാന്റിയാണ്.